ഉന്ന ഗേൾഫ്രണ്ട് അല്ലല്ലോ. എന്റെ ഗേൾഫ്രണ്ട് അല്ല കോച്ച്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ஓகே ஓகே. எனக்கு கடைசியா சரளா கிட்ட இருந்து மெசேஜ் என்ன வந்து தெரியுமா? ஐ எம் நாட் கோயிங் டு கால் யூ எனிமோர் அப்படின்னு. നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. സരള കോച്ചിന് ചേരുമല്ലോ കോച്ച്. അതെ, ഞാൻ എന്ത് തരുമ്പോ പറഞ്ഞ ബി ഹാപ്പി വിത്തൗട്ട് ബി, അത്ര ഉള്ളൂ. എന്താ കേട്ടില്ല? ബി ഹാപ്പി വിത്തൗട്ട് ബി. ഓക്കെ, അതാണ് പറഞ്ഞത്. നല്ല കാര്യം, നല്ല കാര്യം. കോച്ച് ഗിഫ്റ്റ് എന്ത് കൊടുക്കും കോച്ച്? ഗിഫ്റ്റ് ഒരു ക്വാളിറ്റി ടാങ്ക് കൊടുത്താ ഷീൽ ബി വെരി ഹാപ്പി. அதோட வேற டைமண்ட்ஸ் அந்த மாதிரி ஏதாச்சும் உண்டோ? 80s கிழவன். ഡയമണ്ട് ഏതാച്ചും ഉണ്ടോ? ഡയമണ്ട് ഒന്നും എൻ്റെ ഇല്ല. ഞാനുണ്ട്. அதுதான் நான் உன்ன கூடுன்னு சொன்னேன். இப்ப மட்டும் நான் 2K கிட்ட நீனு. ജെഡ്സി. സൂപ്പർ സാർ, സൂപ്പർ. എവിടെയാ ഇത്? നാട്ടിലാണോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? என்னடா வெளியே நிக்கிறா? മരണ വീടാണ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. അതാ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഗേൾ എന്ത് എന്ന് ചോദിക്കാൻ വന്നപ്പോഴത്തേക്കിന് കുട്ടികൾ സംസാരിച്ചു. വിളി കണ്ടിട്ട് മനസ്സിലാവണമില്ല. സാബു, കോച്ച് വാ. ഇങ്ങനെ ഇനി എല്ലാരും സാബുന്ന് വിളിക്കാൻ വേണ്ടാ. ഞാൻ എന്താ ചെയ്യണ്ട? എന്താ എന്താ സൈഡ് പോണോ? എനിക്ക് അറിഞ്ഞൂടാ ഇത് എങ്ങോട്ടാ പോട്ടെ. റൈറ്റില് കേക്ക്, ലെഫ്റ്റില് വന്നിട്ട് പാർട്ടി ആണ്. മനസ്സിലായോ? ലെഫ്റ്റില് പാർട്ടി. ആ ആ എടാ എനിക്ക് അറിഞ്ഞൂടല്ലോടാ. 1096 ആണ് തോന്നടാ. ഹലോ, அப்போ சூர்யா சொல்லுங்கடா. அது போலீஸ் கேஸ் போலீஸ் கேஸ் அது இன்வெஸ்டிகேட் பண்ணிட்டு இருக்கு. അവർക്ക് 2 days ടൈം വേണമെന്ന് എൻകിட்ட சொல்லிருச்சு ഇന്നേക്ക്. அப்பா ഡിലീറ്റ് பண்ணிடாத பெரியப்பா ப்ளீஸ் பெரியப்பா. അത് ഇതാക്കാം. നീ തൽക്കാലം നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കേ. ഓക്കേ പെரியப்பா. see you പെரியப்பா. ഗുഡ് നൈറ്റ്. സാപ്പിട്ടിയാ പെரியப்பா? ഓ, നീ എന്നെ ഊട്ടല്ലേ രാത്രിയില്? നീ സാപ്പിട്ടാ? അതാ തൂങ്ക് 12:19. ഗുഡ് നൈറ്റ്. ഹലോ ദർശന, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ദർശന. താങ്ക് യു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. അസണ്ണൻ ഓർക്കുന്നേ വിചാരിച്ചില്ല. ഒരു നല്ല വർഷമായിരിക്കട്ടെ ദർശന. താങ്ക് യു അണ്ണ. ദർശനയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ. ദർശനക്ക് ഞാനൊരു അമ്മ സാധനം വാലന്റൈൻസ് എന്നാണ് പേര്. ഈ റിങ് കയ്യിലിട്ടോ ദർശന. എന്താ ബർത്ത്ഡേ ആയിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ല? ഇല്ല, ഇത് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവരെല്ലാരും വണ്ടിയൊക്കെ ഇറങ്ങി വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ആണല്ലേ?
ഓക്കെ ദർശന, അപ്പൊ ഇന്ന് ദർശനയുടെ ഡേ അല്ലേ, അടിച്ചു പൊളിക്ക്. അണ്ണൻ പോവാണോ? ഞാൻ ഇന്ന് വൈകിട്ട് വരാം. ഓക്കെ അണ്ണ. ഓക്കെ, അപ്പൊ ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടല്ലോ, ചുറ്റുമുള്ള എല്ലാരും ഇല്ലേ, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. ഓക്കെ അണ്ണ. ഓക്കെ ദർശന, ഓക്കെ. അണ്ണ ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് ദർശന, ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. ഒരു മിനിറ്റ്. സാബു എതുക്ക് സാബു? വാ സാബു. അപ്പൊ ദർശന ഞാൻ പോയിട്ട് വരാം. ഓക്കെ അണ്ണ. ഓക്കെ, ദർശനക്കുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ദർശന എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ അണ്ണ. കൊച്ചി പോവാണ്. നമുക്കത് വണ്ടിയായിട്ട് ഏതെങ്കിലും നല്ലൊരു വണ്ടി ഡീലർഷിപ്പിൽ പോയി മേടിച്ചിട്ട് കൊടുക്കുക. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അത് നമുക്ക് ഡീലർഷിപ്പിൽ പോയി ഏതെങ്കിലും നല്ലതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ വെറുതെ പോയി ഇതാക്കിക്കൊണ്ട് പോകുന്നത് ഭയങ്കര ശോകമാണ്. ആൻഡ് ഇവർക്ക് നല്ല ആർപിയിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ള ആ ദിവസമാണ്. അപ്പോൾ അവരൊക്കെ ആയിരിക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആ ദിവസം വിളിച്ചുകൊണ്ട് പോയി അത് സ്പോയിലപ്പ് ചെയ്യുന്നത് ശരിയല്ല. അവന്മാർ ചിലപ്പോൾ നല്ല എഫേർട്ട് എടുത്തായിരിക്കും ഈവൻ്റൊക്കെ നടത്തിയേക്കുന്നത്. അപ്പോൾ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അടുത്ത് നോ പറയാനും പറ്റത്തില്ല ഇവർക്കാർക്കും. ഓഡിയൻസിൽ കുറേ പേര് പോയി ഹേറ്റ് കൊടുക്കും നമ്മുടെ അടുത്ത് എന്തെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ. 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് അവർക്ക് നല്ല ബാഡാവൂടാ നമ്മളിന്ന് വിളിച്ചുകൊണ്ട് പോയാൽ. അത് അങ്ങനെയാണത്. സാബു കോച്ച്, എതുക്ക് ഞാൻ ഉങ്ങളെ കോച്ച് എന്ന് കൂപ്പിടുന്നത് തരുമാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റെസ്പെക്ട്. ജയിലിൽ കിടന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തന്ന ഓരോ പോക്കൃത്തരങ്ങൾ കണ്ടുപഠിച്ചാണ് ഞാൻ ഈ പോക്കൃത്തരങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. പോക്കൃത്തരം പഠിപ്പിച്ച പോക്കിരി, അതിനാലതാ കോച്ചൊന്ന് കൂപ്പിടറേ. അല്ലാതെ റെസ്പെക്റ്റാ? എതുക്ക് റെസ്പെക്ട്? പോക്കിരുതണം പഠിപ്പിച്ച് കൊടുത്തതൊക്കെ. കോച്ച്, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നിങ്ങൾ കാണിച്ച ഐഡിയ വെച്ച് ഞാൻ ജയിലിൽ ആടി. നിങ്ങളെ പിടിച്ചോണ്ട് വീണ്ടും കൊണ്ടുപോയിട്ട് ഞാൻ രക്ഷപ്പെട്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. அது ஏன்னா அவட நீ வந்துட்டியான்னு எட்டி பார்த்து நான் மாட்டிக்கிட்டேன், வேற தொல்லை. ആ ഒരു നന്ദിയാണ് എനിക്ക് ഇത്ര നാള്. ഞാൻ എന്നിട്ട് വെളിയിലിറങ്ങി ഇവിടെ TV എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ശിഷ്യ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് വരുന്നില്ലേ? നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതല്ലേ റെസ്പെക്ട്. അതെ. മീനുട്ടി இந்த மாதிரி ஒரு பாசக்காரனே வாழ்க்கையில கண்டுட்டில்ல. പാസക്കാരെന്ന് വെച്ചാ நேசமுள்ள மனுஷனை. എന്തുള്ള പേസമുള്ള മനുഷ്യനാ? അർത്ഥം എന്താ അതിന്റെ? അയ്യോ ഹലോ, ഹലോ ഹലോ, யாரு கொண்டது அவன? ബ്രോ, നമ്മുടെ വണ്ടിയാണ് ഈ പുള്ളിയെ തട്ടിയത്. ഓക്കെ ശരി. ഏതി തൊട്ടാലും ഇത് ഇവന്മാരിലെത്തി തീരുക. ഡ്രസ് മാറാൻ പോകാൻ പറ്റൂല, വണ്ടി എടുക്കാൻ പറ്റൂല, എന്തിനാ അവസ്ഥാനം ഇവിടെ എത്തും? നമ്മളെങ്ങനെ ഇവിടെ എത്രയെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല. എനിക്ക് வேற குறைய பேர் உண்டு, அவங்க எல்லாரையும் பாத்துக்கலான்னு பார்த்தா இவனுங்க தான் வரானுங்க. ബാബു, ഞാനൊരു കാര്യം പറയണ കേൾക്കണം. ഇനി കുഞ്ഞു കളിക്കരുത്. നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാ. ஓகே, இதுக்கு மேல நான் ஸ்ட்ரிக்ட் ஆயிட்டு நான் அவட டைமும் கண்ணக்கு எடுத்து புள்ளி இல்ல. அதே மிஸ்டர் எக்ஸ் கிட்ட இன்னொரு 4 days டைம் கேட்டு. ஓகே, சோ நான் 4 days-ஆ இது பின்னாடி நான் இன்னும் കുറച്ച് പാടുപെട്ട് എടുത്തിട്ട് വരാം. ഓക്കെ ഡൺ സാബു. യെസ് സർ. ആൻഡ് അങ്ങനെ ഫൈനലി നമ്മൾ പ്രതീക്ഷിച്ച കാര്യം അങ്ങ് നടന്ന് കോച്ച്. യെസ്, അവനെ കൊണ്ട് ഒരു ഇച്ചിരി പാടായിരുന്നു അത് ചെയ്യിപ്പിക്കാൻ. എന്നാലും അത് ചെയ്തവൻ സമ്മതിച്ചത് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഇത് കുറേ കൊണ്ട് ഇട്ടോണ്ടിരിക്കണേ. இல்ல ஸ்டீவ் அஸ்ரேல்னு வந்தது അവിടെ. അവൻ എവിടെ നിന്ന് ഇവിടെ വന്നു? എന്തായാലും അവൻ സമ്മതിച്ചു. ഇത് നമ്മുടെ വിജയമാണ്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ കോച്ച്? എന്താ?
അവൻ ഒരു കള്ളനാ. അവൻ ഇത് സമ്മതിച്ചതിന്റെ പുറകിൽ വേറെന്തോ വലുത് വരാനുണ്ട്. அதுவும் இருக்கலாம்ன்ற கரெக்ட். 25 ഗണ്ണ് അവൻ എടുത്തെന്ന് സമ്മതിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ 200 ഗണ്ണ് മറച്ചു വെക്കാനുള്ള പരിപാടി അവൻ അപ്പുറത്ത് പ്ലാൻ ചെയ്യും. நல்ல வேலை 200 கன் எடுத்து நீ உள்ள வச்சு மேல. இன்னைக்கு அது ஒரு நல்ல தீர்மானம் by the way. എന്തായാലും നോക്കാം. നീഗിന്റെ കാര്യത്തിൽ എന്തോ നോക്കട്ടെ. ഇനിയിപ്പോ ആർച്ചാറ്റിൽ ഇട്ടതിന് അടുത്ത് എന്തോ നോക്കണം. Anyways leader, we are here to serve you. അത്ര ഉള്ളൂ. ഓക്കെ, പത്രോളാണ്. സല്യൂട്ട്. Yes sir. യെസ്. ഓക്കെ.